നമുക്കൊരു കാലമുണ്ടായിരുന്നു മുസ്ലിമീങ്ങൾക്കൊക്കെ വലിയ ഇസ്സത്ത് ഉണ്ടായിരുന്ന. നമ്മുടെ മുൻഗാമികൾ ഈ രാജ്യത്തേക്ക് കടന്നു വന്നപ്പോൾ ഹൈന്ദവ സമുദായമാണ് നമ്മുടെ ആരാധനകൾ നടത്തുന്നതിന് വേണ്ടിയുള്ള സ്ഥലവും സാഹചര്യവും ഒരുക്കി തന്നത് ഹൈന്ദവരായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സൗഹാർദ്ദങ്ങളെല്ലാം തകർന്ന തരിപ്പണമായി ഇന്ന് എല്ലാവരും മുസ്ലിം സമുദായത്തിനെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് എല്ലാ കാര്യങ്ങളും ശത്രുക്കളും മുഴുവനും ഒറ്റക്കെട്ടായി നമുക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. ഒരു ഉസ്താദ് പറയുന്നത് കേട്ടല്ലോ, മുസ്ലിങ്ങളുടെ പൂർവികർ ഇവിടെ വരുമ്പോൾ അവരെ സ്വീകരിച്ചതും എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തതും അവർക്ക് ആരാധിക്കാൻ പള്ളി പണിഞ്ഞു കൊടുത്തതുമൊക്കെ ഇവിടുത്തെ ഹിന്ദുക്കളാണ് എന്ന്. എന്നിട്ട് തിരിച്ചെന്താ കിട്ടിയത്? അവർ വളർന്നു വിപുലമായി ഹിന്ദു ക്ഷേത്രങ്ങൾ ആക്രമിച്ചു നശിപ്പിച്ചു. രാമക്ഷേത്രവും ശ്രീകൃഷ്ണ ക്ഷേത്രവും കാശി വിശ്വനാഥ ക്ഷേത്രവും ഉൾപ്പെടെ ഹിന്ദുക്കളുടെ ഏറ്റവും മഹനീയമായ ക്ഷേത്രങ്ങൾ, മഹോന്നതങ്ങളായ ക്ഷേത്രങ്ങൾ പോലും നശിപ്പിച്ചു. പിന്നെ അല്ലാതെ നശിപ്പിക്കപ്പെട്ട ക്ഷേത്രങ്ങൾക്ക് കയ്യും കണക്കുമില്ല. എന്ന് മാത്രമല്ല, തീവ്രമായ രീതിയിൽ മതപരിവർത്തനവും നടത്തിക്കൊണ്ടിരിക്കുന്നു. അതുകൂടാതെ ഈ ടെററിസ്റ്റ് ആക്ടിവിറ്റീസിലേക്ക് അവർ കൂടുതലായി ഇൻവോൾവ് ആകുന്നു. പഹൽഗാമിൽ മതം നോക്കി ആളുകളെ കൊന്ന സംഭവവും നമ്മുടെ മുമ്പിലുണ്ട്. അപ്പോൾ ഈ തരത്തിൽ സമൂഹത്തിന് നിരക്കാത്ത, ഒരു ബഹുസ്വര ജീവിതത്തിന് നിരക്കാത്ത പ്രവൃത്തികൾ ചെയ്യുന്നത് കൊണ്ടാണ് ഉസ്താദെ ഇവിടുത്തെ മറ്റെല്ലാ മതങ്ങളും രാഷ്ട്രീയക്കാരും നിങ്ങൾക്കെതിരാകുന്നത്. അത് താങ്കൾക്ക് മനസ്സിലാകുന്നില്ലേ? താങ്കളുടെ ഇപ്പോൾ ഒരു ഡോക്ടർമാരൊക്കെയാണ് ഈ പൊട്ടിത്തെറിക്കാൻ നടക്കുന്നത്. അങ്ങനെ പൊട്ടിത്തെറിച്ചാൽ പെട്ടെന്ന് സ്വർഗത്തിലെത്താമെന്നാണ് വിശ്വസിക്കുന്നത്. ഇത്തരത്തിലുള്ള വിശ്വാസങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന നിങ്ങളുടെ മതത്തെ ഉദ്ധരിക്കൂ, നവോത്ഥാനം ഇസ്ലാം മതത്തിൽ കൊണ്ടുവരൂ. മനുഷ്യത്വരഹിതമായിട്ടുള്ള, സാമൂഹ്യനീതിക്ക് വിരുദ്ധമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റിക്കൊണ്ട്, അതൊരു പക്ഷേ 1400 വർഷങ്ങൾക്ക് മുമ്പ് ഖുർആൻ ഉടലെടുത്തപ്പോൾ അന്നതൊക്കെ ആവശ്യമായിരുന്നിരിക്കണം ഇസ്ലാമിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി. പക്ഷെ ഇന്നത്തെ സ്ഥിതി അതല്ല. ഇസ്ലാം വളർന്ന് പന്തലിച്ച് കഴിഞ്ഞിരിക്കുന്നു. എത്രല്ലോ രാഷ്ട്രങ്ങളാണ് ഇസ്ലാമിൻ്റേതായിട്ടുള്ളത്. അപ്പോൾ ഇനിയെങ്കിലും ഇതൊക്കെ ഒന്ന് റിഫൈൻ ചെയ്ത് മനുഷ്യത്വപരമായിട്ട് ജീവിക്കുന്ന ഒരു സംവിധാനം നിങ്ങളുടെ ഇടയിൽ കൊണ്ടുവരൂ. അതാണ് ഇതിൻ്റെ പരിഹാരം. അല്ലാതെ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല.